ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി നമ്മളിങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാ വീക്കെൻഡ്സിലും ഞാൻ വിചാരിക്കും ഒരു ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. മറ്റു കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊന്നും പ്രോപ്പർലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും, നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. എനിവേസ്, ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇതൊരു മോട്ടിവേഷൻ ലൈക്ക് അങ്ങനെ ഒന്നും തന്നെയല്ല. എൻ്റെ ഒരു 25 ഇയേഴ്സിൽ ഞാൻ ലേൺ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊക്കെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു മോട്ടിവേഷൻ പോലെ പറയല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ ഇന്നലെ പെരുന്നാളൊക്കെ ആയിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് പെരുന്നാളൊക്കെ ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാരണം നിങ്ങൾക്കും ബോറടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഇത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഒരു 25 ഇയേഴ്സിൽ ലേൺ ചെയ്തിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ലെസൺസും വരാം, നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലേൺ ടു ലെസൺസ്. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങളും നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ടൈമിലായിക്കോട്ടെ, ഇത് കാണുന്ന ടൈമിലായിക്കോട്ടെ, ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി പീപ്പിൾസിലും റിലേറ്റഡ് ആയിരിക്കും. ഇപ്പം ഈ ഒരു പ്രായം കഴിഞ്ഞവരായിക്കോട്ടെ, ഈ പ്രായത്തിലൂടെ കടക്കുന്നവരായിക്കോട്ടെ, ഈ പ്രായത്തിലേക്ക് വരാനുള്ളവരായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ മെജോറിറ്റി ആളുകളും ഹൈലി റിലേറ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ഓക്കെ, സോ അപ്പം ഇഫ് യു ആർ ഫീലിംഗ് ലോസ്റ്റ് ഓർ കൺഫ്യൂസ്ഡ്, വീഡിയോ ഇസ് ഫോർ യു. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ കരിയർ കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുന്ന ആ ഒരു പീക്ക് ടൈം ഉണ്ടല്ലോ. ഞാൻ ഡിഗ്രി കഴിഞ്ഞത് 2021 അത് കഴിഞ്ഞ് PG ചെയ്ത ഫ്രണ്ട്സും എനിക്കുണ്ട്, അല്ലാണ്ട് ഡയറക്റ്റ് ജോലിക്ക് കയറിയ ഫ്രണ്ട്സും ഉണ്ട്, അതല്ലാണ്ട് ഈ ഒരു ഫീൽഡ് വിട്ടിട്ട് വേറൊരു ഫീൽഡിലേക്ക് പോയ ഫ്രണ്ട്സും എനിക്കുണ്ട്. സോ ഞാൻ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സിലുള്ള എൻ്റെ കസിൻസ് ആയിക്കോട്ടെ, സോ അങ്ങനെയുള്ള ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ടൈമിൽ കോവിഡ് ടൈം ആയിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയാണ്ട് ഞാൻ ഫിഗർ ഔട്ട് ആയ ഒരു ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ കുറേയൊക്കെ ഇൻഡീഡിലും നൗക്കറിലും ലിങ്ക്ഡിനിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സമയത്ത് എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ ജോലി കിട്ടിയവരെ ഞാൻ കാണുമ്പോൾ ഒരു ലക്കിയാണ്. കാരണം ഞാനൊക്കെ മാനേജ്മെൻറ്റ് കോളേജിൽ പഠിച്ചത് കൊണ്ട് തന്നെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചിട്ടുണ്ട്. അപ്പം കേരള യൂണിവേഴ്സിറ്റി പോലുള്ള ക്യാമ്പസിൽ പഠിക്കുമ്പോൾ നമുക്ക് എക്സാം ഫീസും കാര്യങ്ങളൊക്കെ മതി. അപ്പം ഞാനൊക്കെ ഫീസ് കൊടുത്ത് പഠിച്ചു. അപ്പം നമുക്കതൊക്കെ തിരിച്ച് പിടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി വേണം എന്നൊക്കെ തോന്നിയ കുറച്ച് ടൈമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ജോലി കിട്ടാനുള്ള ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സുമായിട്ടും അതേപോലെ എൻ്റെ റിലേറ്റീവ്സിലുള്ള പല കസിൻസുമായിട്ടൊക്കെ ഞാൻ എന്നെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അങ്ങോട്ട് ലേറ്റ് നൈറ്റ്, സ്ലീപ്ലെസ് നൈറ്റ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞ് ഒരു 2022-23 ആ ഒരു ടൈമിൽ എനിക്ക് ജോലിയായ ടൈമിൽ ഞാൻ ലേൺ ചെയ്തൊരു കാര്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട്. അതായത് എനിക്ക് വിധിച്ച ടൈമിലേ എനിക്കത് കിട്ടും. എൻ്റെ ഫ്രണ്ടിന് വിധിച്ച ടൈമിൽ അവൾക്കത് കിട്ടി. അപ്പം എൻ്റെ കസിനെ വിധിച്ച ടൈമിൽ അത് അവൾക്കും കിട്ടി, അല്ലെ അവന് കിട്ടി. അപ്പം അവരാകണം. അപ്പം അവരുമായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്ത് എനിക്കൊരു കഴിവില്ല എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവനവന് ഓരോ ടൈം നമുക്ക് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിലേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം നമ്മൾ നിർത്തേണ്ടതാണ് കമ്പാരിസൺ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യരുത്. അപ്പം എനിക്ക് എൻ്റേതായ ക്വാളിറ്റീസ് ഉണ്ട്, എനിക്ക് എൻ്റേതായ ഒരു കഴിവുണ്ട്. എനിക്ക് ഇപ്പം പഠിക്കുന്ന കാര്യത്തിൽ തന്നെ പല പേരൻസും പല കുട്ടികളെ പലരുമായിട്ടും കമ്പയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്.
കമ്പാരിസൺ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇനി നമ്മളിൽ പലരും ഇനി ഒരു പാരന്റിങ് ആകുന്ന ടൈമിൽ പോലും നമ്മുടെ കുട്ടികളെ ആയിക്കോട്ടെ മറ്റു കുട്ടികളെ ആയിക്കോട്ടെ തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹേർട്ട് ചെയ്യും. മീൻ അവർക്കതാകാൻ പറ്റി, നിനക്ക് എന്തുകൊണ്ട് അതാകാൻ പറ്റിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് മക്കളോട് ചോദിക്കാതിരിക്കുക. ഇപ്പം പല കുട്ടികൾക്കും പല ക്വാളിറ്റീസ് കാണും. ഇപ്പം എൻ്റെ കഴിവായിരിക്കത്തില്ല മറ്റൊരാളുടെ കഴിവെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് കുക്കിംഗ്, എനിക്ക് ഡ്രോയിങ് അറിയാം. ഇപ്പം എൻ്റെ അനിയന് ഡ്രോയിങ് അറിയണമെന്നില്ല. എനിക്ക് സിംഗിങ് അറിയാം, എൻ്റെ അനിയന് സിംഗിങ് അറിയാം. അപ്പം പലർക്കും പല കഴിവുണ്ട്. അപ്പം അവരുടെ കഴിവുകേടുകൾ അവരുടെ മുൻപിൽ വെച്ചിങ്ങനെ ചൂഷണം ചെയ്ത് ചൂണ്ടിക്കാട്ടി അത് പറയാതിരിക്കുക മാക്സിമം. അപ്പം നമ്മളെ തന്നെ കമ്പയർ ചെയ്യാതിരിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കണം. നിനക്ക് നിൻ്റെതായ ഒരു ടൈമുണ്ട്. ഞാനൊരു 2022-23 അവിടെ ലേൺ ചെയ്തൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ ടൈമുണ്ട്. ഇപ്പം എൻ്റെ ടൈം ആകുമ്പോഴേ എനിക്കത് കിട്ടത്തുള്ളൂ. ഇന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നാളെ എനിക്ക് ജോലി കിട്ടണം എന്ന് വെച്ചാൽ നടക്കത്തില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ഇപ്പം നമ്മൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പം എല്ലാവർക്കും തന്നെ പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നില്ല. ഈ കിട്ടിയ ജോലിയിൽ നമ്മൾ പഠിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയായിരിക്കും പഠിക്കുന്നത്. ഈ ലക്ഷങ്ങൾ നമുക്ക് ആദ്യം സാലറി ആയിട്ട് കിട്ടണമെന്നില്ല. നമുക്ക് പതിയെ എക്സ്പീരിയൻസ്ഡ് ആയി നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് ചെയ്തിട്ടാണ് ഒരു കമ്പനി അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് സാലറി കിട്ടുന്നത്. അതായത് നമ്മൾ ഇന്ന് പഠിച്ചിറങ്ങി, ഇന്ന് എനിക്ക് ജോലി കിട്ടി, ഇന്ന് നമുക്ക് സാലറി കിട്ടി, ഇന്ന് നമ്മൾ സെറ്റിൽഡ് ആകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് സെറ്റിൽഡ് ആയി 2021 അവൾ പഠിച്ചിറങ്ങി, 2025 അവൾ സെറ്റിൽഡ് ആയി എന്ന് പറഞ്ഞ് എനിക്കതുപോലെ സെറ്റിൽഡ് ആവാൻ പറ്റണമെന്നില്ല. അവൾക്കുള്ള ഒരു ക്വാളിറ്റീസ് എനിക്ക് കാണില്ല, അവൾക്കില്ലാത്ത ക്വാളിറ്റീസ് ചിലപ്പോൾ എനിക്ക് കാണാം. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുന്ന ഒരു പരിപാടി ആദ്യം തന്നെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പകുതി ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്മോൾ സ്റ്റെപ്സ് മാറ്റർ ബിഗ് സക്സസ് മകൻ. അതായത് ഇന്ന് ഞാനൊരു സ്വപ്നം കാണുക, ഇന്ന് രാത്രി ഞാൻ കിടക്കാം, ഇന്ന് ഞാൻ സ്വപ്നം കണ്ട് നാളെ എനിക്കൊരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ നാളെ എനിക്കൊരു വീട് വെക്കണം. അപ്പം ഈ കാറ് മേടിക്കുന്നത്, വീട് വെക്കുന്നത്, അത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. പോട്ടെ, ഇതൊന്നുമല്ല. ഇപ്പം വേറെ ഇപ്പം എന്താ പറയുക, നമുക്ക് ചില കാര്യങ്ങൾ, നമുക്ക് പല ഡ്രീംസാണ്. ഇപ്പം മലേഷ്യയിൽ പോകണം, സിംഗപ്പൂരിൽ പോകണം. ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇന്ന് നമ്മൾ സ്വപ്നം കണ്ട് നാളെ രാവിലെ എഴുതി നടക്കത്തില്ല. ഓക്കെ, നമ്മൾ ഒരു 90% എഫേർട്ട് ഇടും. ഒരു 90% എഫേർട്ട് ഇടും, 10% നമുക്ക് ദൈവം തരും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പണ്ടേ പറയുന്നത്. പണ്ടേ നമ്മൾ കേട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. സോ നമ്മൾ അതുപോലെ എഫേർട്ട് ഇടും തോറും നമുക്കത് അതിൻ്റെ അടുത്തേക്ക് എത്താനും പറ്റും. എൻഡ് ഓഫ് ദ ഡേ നമുക്കത് അച്ചീവ് ചെയ്യാനും പറ്റും. എൻ്റെ ലൈഫിൽ ഞാൻ രണ്ടാമത് പഠിച്ചൊരു കാര്യമാണ് അത്. അതായത് പണ്ടൊക്കെ എനിക്ക് അങ്ങനെ ആയിരുന്നു. അത് ഞാൻ 2021 പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നു, 2022 MNC കമ്പനിയിൽ ജോലിക്ക് കയറുന്നു, നല്ല സാലറി കിട്ടുന്നു, വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു, ലൈഫ് അങ്ങനെയാകുന്നു ഇങ്ങനെയാകുന്നു എന്നൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ഒരാളാണ്. ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. അല്ലാണ്ട് ഞാൻ അന്ന് സ്വപ്നം കണ്ടത് 2021 കഴിഞ്ഞ് 2023 സെറ്റിൽഡ് ആകണം എന്നുള്ളൊരു പരിപാടിയൊക്കെ ഞാൻ വിട്ടു. പക്ഷെ എന്നെ കൊണ്ട് പറ്റും. ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടും. ഓക്കെ, എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നിപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുമുണ്ട്. ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തി. അതായത് 2021 ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നാളെ അത് സ്വന്തമാക്കണം. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം അതല്ല. എനിക്ക് എന്തായാലും സെറ്റിൽഡ് ആവാൻ പറ്റും. എനിക്ക് സെറ്റിൽഡ് ആവണം, എനിക്ക് ഒരുപാട് ട്രിപ്പ് പോകണം, എനിക്കൊരു വീട് വെക്കണം, എനിക്ക് സ്വന്തമായിട്ട് വണ്ടി മേടിക്കണം, എനിക്ക് അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം. ഈ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടുക. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് അതിനൊരു ഔട്ട്കം കിട്ടും. ഓക്കെ, സോ ഈ ഒരു കാര്യം നമ്മൾ സെക്കൻഡ് തിങ് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പയറിങ്ങും കഴിഞ്ഞു, ആ ഒരു ഡ്രീം അച്ചീവ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെയിലിയർ. ഇപ്പം നമ്മൾ പല കുട്ടികളും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 10th ഒക്കെ കഴിഞ്ഞ ടൈമിൽ പല കുട്ടികളും റിസൾട്ട് കണ്ടു കഴിഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുന്ന, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതായത് വീട്ടുകാർ വഴക്ക് പറഞ്ഞു, എനിക്ക് മാർക്ക് കുറവാണ്, ഞാൻ സൂയിസൈഡ് ചെയ്താൽ അവർക്ക് മാത്രമാണ് പോകുന്നത്. വീട്ടുകാർക്കായിക്കോട്ടെ, ഫ്രണ്ട്സിനായിക്കോട്ടെ, ബന്ധുക്കൾക്കായിക്കോട്ടെ കുറച്ച് നാളത്തെ സങ്കടം മാത്രമേ ഉള്ളൂ. അവർക്കൊന്നും ഒരു ലോങ് ടൈം സങ്കടം കാണത്തില്ല. അപ്പം നമുക്കാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് 10th എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ പഠിച്ചിട്ട് നമുക്ക് മാർക്ക് കുറഞ്ഞു, നമ്മൾ ഉഴപ്പി മാർക്ക് കുറയുക, അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഡിഗ്രിക്ക് സപ്ലി വന്നത് പറഞ്ഞാൽ പഠിത്തം ഡ്രോപ്പ് ഔട്ട് ചെയ്യുക, പഠിക്കാണ്ടിരിക്കുക, അങ്ങനെയൊന്നുമല്ല.
നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യും. ഇപ്പം നമ്മൾ ജോലിക്ക് കയറുന്ന നമ്മൾ ആദ്യം ചിലപ്പോൾ ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് സെയിൽസിലൊക്കെ നിൽക്കും. നമ്മൾക്ക് സെയിൽസ് ഒക്കെ കുറഞ്ഞ ഡെസിഗ്നേഷൻ ആണെന്ന് ഒരിക്കലും അല്ല. ഏതൊരു ഇപ്പം ABM ആയിക്കോട്ടെ, BM ആയിക്കോട്ടെ, ജനറൽ മാനേജർ, ഈ ഒരു ഫീൽഡിലൊക്കെ ഇരിക്കുന്നത് പല കാര്യങ്ങളും താണ്ടിയിട്ടാണ് ഈ ഒരു ഡെസിഗ്നേഷനിൽ പല പേഴ്സൺസും ഇന്ന് നമുക്ക് അറിയപ്പെടുന്ന പലരും ഇരിക്കുന്നത്. അപ്പം അതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണരുത്. നമുക്ക് ഏത് ജോലി കിട്ടിയാലും അത് റെസ്പെക്ട്ഫുള്ളി നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് ഒരു കമ്പനി നമുക്കൊരു സാലറി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എഫേർട്ട് ഇട്ട് നമ്മൾ ജോലി ചെയ്യാം. നമുക്ക് ഫെയിലിയർ ഉണ്ടാവാം. ഫെയിലിയറിൽ നിന്നേ നമുക്കൊരു സക്സസ് പേഴ്സൺ ആകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇന്ന് പഠിച്ച് നാളെ നമുക്ക് സക്സസ് ആകുമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിലായിക്കോട്ടെ നമ്മൾ 10 തവണ ഫെയിലിയർ ആവണം. പണ്ട് ഞാൻ വിചാരിക്കും ഞാൻ ഒന്നിനും തോറ്റു കൊടുക്കത്തില്ല എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിൽ പലയിടത്തും തോറ്റേ പറ്റുള്ളൂ. നമ്മൾ ഫെയിലിയറിൽ നിന്ന് മാത്രമേ ഒരു ബിഗ് സക്സസ്സിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്കത് മനസ്സിലായി. ഇപ്പം പല കുട്ടികളും വിചാരിക്കും എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല, എൻ്റെ ലൈഫ് ഫെയിലിയർ ആണ്, ഞാൻ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അതെടുത്ത് കളയുക. നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലില്ല. പിന്നെ ഇതിനൊക്കെ മുമ്പ് നമുക്ക് വേണ്ടത് സെൽഫ് ബിലീഫാണ്. നമ്മൾ നമ്മുടെ സെൽഫിനെ നമ്മൾ സ്വയം വിശ്വസിക്കാം. എന്നെ കൊണ്ട് പറ്റും. ഇപ്പം ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, മൂടിയായിട്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു ഇതെന്നെ കൊണ്ട് പറ്റും, ഇത് ഞാൻ അച്ചീവ് ചെയ്യും, ഇതെനിക്ക് സാധിക്കും എന്നൊക്കെ ഞാൻ മനസ്സിലും എന്താ വെച്ചാൽ പ്ലെഡ്ജ് ചെയ്ത് നമ്മൾ ഇറങ്ങത്തില്ല. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് നമുക്ക് എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ കമ്പാരിസൺ നിർത്തുക. രണ്ടാമത് ഫെയിലിയർ ആകുന്നതിൽ നമ്മൾ ഈഗോ അടിക്കാതിരിക്കുക, വിഷമിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം സെൽഫ് ബിലീഫ്. നമുക്ക് നമ്മുടെ ഒരു സെൽഫിൽ സ്വന്തമായിട്ടൊരു ബിലീഫ് വേണം. പിന്നെ ഈ പറയുന്നത് പോലെ വെച്ചാൽ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഒരു 80% എൻ്റെ ഈ ഒരു ഏജിലുള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും തന്നെ ഹൈലി റിലേറ്റബിൾ ആയിരിക്കാം. സോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ അതങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ ലേൺ ആൻഡ് എക്സ്പീരിയൻസ് ആ ഒരു ഇതിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു 23 years വരെയും എനിക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ട്. ഐ മീൻ അയ്യോ എനിക്ക് എത്താൻ പറ്റത്തില്ലേ, എനിക്ക് ഇവിടെ കൊണ്ട് എൻ്റെ ലൈഫ് തീർന്നോ, ഐ മീൻ എനിക്ക് സെറ്റിൽ ആവാൻ പറ്റത്തില്ല, എൻ്റെ കരിയർ ബ്രേക്കായി, ഫിഗർ ഔട്ടായി, സ്ലീപ്ലെസ് നൈറ്റ്. സോ ഞാൻ ഒരുപാട് ട്രോമ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ജോലിയൊക്കെ ഇല്ലാതെ ഇരുന്ന സമയത്തും ഞാൻ അങ്ങനെയൊക്കെ ഇരുന്ന് ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ കുറേയൊക്കെ പക്ഷേ എനിക്ക് ആ ഒരു ഡിപ്രഷൻ പീക്ക് ടൈം വന്ന ടൈമിലാണ് ഞാൻ കുറേയൊക്കെ ലേൺ ചെയ്തത്. ഐ മീൻ ഇങ്ങനെ ആകണം, അങ്ങനെ ആകണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ലൈഫ്. ഞാനും ഇതേപോലെ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസും മോട്ടിവേഷണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ നിന്നൊക്കെ മാത്രമേ നമുക്ക് ഓക്കെ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ഓക്കെ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോറി. പക്ഷെ ഒരു ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിന് മുമ്പേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. സോ ഗൈസ്, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒരേപോലെ പെർഫെക്റ്റ് ആകും എന്നൊന്നും വിചാരിക്കുകയോ അല്ലെ അവരുടെ ലൈഫ് പെർഫെക്റ്റ് ആയി എൻ്റെ ലൈഫ് പെർഫെക്റ്റ് ആയില്ല എന്നൊന്നും വിചാരിച്ച് നമ്മുടെ ലൈഫ് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്നൊക്കെയാണല്ലോ. സോ ജസ്റ്റ് സ്റ്റാർട്ട്. നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ടൈം നമ്മുടെ മുൻപിലുണ്ട്. നമ്മളതിൽ മാക്സിമം നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുക. വെറുതെ ഇരുന്ന് സമയം കളയാതിരിക്കുക. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വിചാരിക്കാതിരിക്കുക. ബോൾഡായിരിക്കുക, ബ്രേവായിരിക്കുക. നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഞാൻ ഈ പറയുന്ന പോലെ എവരിതിങ് വിൽ മേക്ക് സെൻസ് വൺ ഡേ. അങ്ങനെയാണ് എല്ലാം വൺ ഡേ ഷുവർ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാഷൻ, നമ്മുടെ പ്രൊഫഷൻ എല്ലാം തന്നെ ലേൺ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല സാലറി കിട്ടും, നമുക്ക് നല്ല ലീഡാകും, നമുക്ക് വണ്ടി മേടിക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കറങ്ങാൻ പറ്റും. എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മൾ കൊച്ചു കുട്ടികളാണ്. നമ്മൾ കൊച്ചു കുട്ടികളെന്ന് വെച്ചാൽ 16 വയസ്സേ ഉള്ളൂ. നമുക്കധികം പ്രായമില്ല. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുക, മനസ്സിലാക്കുക. സോ ഇതിലേക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ മാറ്റുക. കുറേയൊക്കെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ കയറി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. നമ്മുടെ വീട്ടുകാർ
ചിലവിന് തരേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളെ തഴയാൻ തുടങ്ങും. സോ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് ജോലി കാര്യങ്ങളൊക്കെ മേടിച്ച് തരിക. അതിനുശേഷം നമ്മളാണ് നമ്മുടെ പേരൻസിനെ നോക്കേണ്ടത്. കാരണം അവരുടെ നല്ലൊരു ടൈം മൊത്തം നമുക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ തിരിച്ച് നമ്മൾ അതേപോലെ തന്നെ കൊടുക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കാം മേ ബി. പിന്നെ ഈ പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, വീഡിയോസൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ